എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ അങ്ങനെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നിനക്കവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോരണം, നിന്നെ അവിടെ ആരും പൂട്ടിയിടത്തൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു പപ്പ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്, കാണാനും ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മേനെ കാണാൻ വന്നതിൻ്റെ കേടന്നെ ഇതുവരെ തീർന്നിട്ടില്ല എന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി പറയുകയാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവർ പോവാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്ത് ചിന്നുമോളും അലീനയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ രോഹിത്തിൻ്റെ ഫോണിൽ. അതിങ്ങനെ നോക്കി സങ്കടപ്പെടുകയാണ്, കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മുറ്റത്ത് മനുവിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കും രോഹിത്ത്. പിന്നീട് മനു വൈജയന്തിയും കൂടെ സംസാരിക്കുകയാണ്. മനു വണ്ടി നിർത്തിയിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ട്, ആൻറ്റിയുടെ ശത്രു എന്തായാലും ഒഴിഞ്ഞു പോയല്ലോ, ഇനി ആൻറ്റിക്ക് ധൈര്യത്തോടെയും സമാധാനത്തോടെയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും എനിക്കിങ്ങനെ ധൈര്യത്തിന് കുറവൊന്നുമില്ലായിരുന്നു, അലീന ഇവിടെ ഉള്ളപ്പോഴും എനിക്കിങ്ങനെ സമാധാനം സന്തോഷമാണ് ഇല്ലാതിരുന്നത്, ഇപ്പം അതും ഉണ്ട് എന്ന് പറയും. പിന്നീട് അതുപോലെ തന്നെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തായാലും അവൾ പോയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം, നീ കെട്ടാനിരുന്നതാണല്ലോ അവളെ എന്ന് പറയുമ്പോൾ, അലീന ഇവിടെ നിന്ന് പോയാലും എനിക്ക് അലീനേനെ കെട്ടുന്നതിൽ എന്താ ബുദ്ധിമുട്ട്, ആൻറ്റിക്ക് ഇപ്പോഴും ഇങ്ങനെ സാമാന്യ ബുദ്ധി ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ വൈജയന്തി വീണ്ടും തർക്കിക്കാനായിട്ട് മനു പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി ഇനിയൊന്നും പറയണ്ട, ആൻറ്റീനെ ഇവിടെ കൊണ്ടുവിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എന്നിട്ട് മനു ചോദിക്കും, ആൻറ്റി ഇറങ്ങുന്നില്ലേന്ന്. അപ്പോഴേക്കും വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് രോഹിത്താണെങ്കിലും ഇവർ വരുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നേരെ മനുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വൈജയന്തി പറയാണ്, പെറ്റ തള്ള കുറേ ദിവസമായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്, എന്നിട്ട് അവന് വല്ല ഇത് കൂസലുണ്ടോ നോക്കിക്കേ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് അവിടെ തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടൻ്റെ അടുത്തേക്ക് പോയത്, ഞാനിപ്പോൾ അങ്ങനെ അമ്മയുടെ ലഗേജ് എടുക്കാൻ മനുവേട്ടനെ സഹായിക്കണോ അതോ അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കണോ നോക്കിയപ്പോൾ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു രോഹിത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതന്നെയല്ലേ ചെയ്യാൻ പോയത് എന്ന്. എന്നിട്ട് മനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇതിനൊരു മാറ്റം ഇല്ലല്ലോ എന്ന്, ആങ്കിൾ വരുന്നവരെ ഇങ്ങനെ സഹിച്ചേ പറ്റുള്ളൂ, വെറുതെ ഷോ ഓഫ് കാണിക്കുകയാണെന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ലഗേജ് എടുത്ത് അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണമോളും ബബിതയും അവിടെ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ടാണ് വൈജയന്തി അകത്തേക്ക് പോകുന്നത്. അങ്ങനെ അകത്തേക്ക് ഹോളിലേക്ക് കയറിയിട്ട് മുകളിലേക്കും അതുപോലെ തന്നെ വൈജയന്തിയുടെ റൂമിലേക്കും ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്തോ ഇത് മത്സരം വിജയിച്ച് വന്ന പോലെയുള്ള ഒരു ചിരിയാണ് കേട്ടോ മുഖത്ത്. എന്നിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ലഗേജ് എല്ലാം വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, ടി വി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ ബബിത പറയും, ഇല്ല അത് പണി മുടക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്താ വർക്ക് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ, അത് ഓൺ ചെയ്താലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പോൾ നീ എന്താ കനച്ച് സംസാരിക്കുന്നത്, നിനക്കെന്താ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് വൈജയന്തി പിന്നെ നേരെ കിച്ചണിലേക്കാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ, എല്ലായിടത്തും നോക്കിയാൽ പോകുന്നത്. അപ്പോൾ ഇതെന്താ ഇതിലിങ്ങനെ കൃഷ്ണമോളും ബബിതി അങ്ങോട്ടും ഇങ്ങോട്ടും കിച്ചണിലൊക്കെ പോയി തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്ന വൈജയന്തി പറയുകയാണ്, ഇതിപ്പോഴാണ് എൻ്റെ വീടായത് എന്നിങ്ങനെ പറയും. ഇതുവരെ ഇത് അലീനയുടെ കയ്യിലായിരുന്നല്ലോ, അവളാണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഇത് എൻ്റെ വീടായി എന്ന് പറയുമ്പോൾ മനു അങ്ങ് ചിരിക്കും കേട്ടോ. അപ്പോൾ നീ എന്നെ കളിയാക്കി ചിരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വൈജയന്തി പറയുകയാണ്. അപ്പോൾ ഈ വീട് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു, അലീന ഈ വീടിൻ്റെ ഭാഗം ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്ത് തിന്നിട്ടൊന്നുമില്ലല്ലോ, ആൻറ്റിയുടെ മക്കൾക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും ഈ വീട് ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചും വഴി തെറ്റിപ്പോയവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, നിനക്കാണ് അവൾ ഇവിടുന്ന് പോയാൽ ഏറ്റവും കൂടുതൽ വിഷമം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ, എനിക്ക് മാത്രമല്ല ആൻറ്റിയുടെ 3 മക്കൾക്കും നല്ല വിഷമമുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ വൈജയന്തി പറയുകയാണ്, അവരുടെ വിഷമം ഞാൻ തീർത്തു കൊടുത്തോളാം, നിന്റെ വിഷമം ആര് തീർക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മനു തിരിച്ചു പറയുന്നുണ്ട്, എൻ്റെ വിഷമം തീർക്കാൻ എനിക്കറിയാം, ആൻറ്റിയുടെ വിഷമം തീർത്താൽ മതി എന്ന് പറയും. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, എനിക്ക് എന്ത് വിഷമാടാന്ന്. അപ്പോൾ ആൻറ്റി വിഷമിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അലീന എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിവിടെ ഇവരുടെ മുന്നിൽ വെച്ച് പറയണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് തന്നെ പറയുകയാണ്, വേണ്ട എന്ന് പറയട്ടെ. അപ്പോൾ ഞാനിവിടെ വെച്ച് പറയണ്ട അല്ലേന്ന് മനു വീണ്ടും ചോദിക്കുമ്പോൾ, ഇങ്ങനെ അലീന അല്ലേ പറഞ്ഞത്, നിനക്ക് നാണല്ലേ മനു, വല്ലവളുമാരും പറയുന്ന കൊതിയും നുണയും ഇവിടെ വന്ന് പറയാനേ എന്ന് പറയുമ്പോൾ മനു പറയുകയാണ്, കൊതിയും നുണയോ എന്നിങ്ങനെ ചോദിക്കും. എന്തായാലും ഞാൻ പറയുന്നൊന്നുമില്ല, എന്തായാലും ആൻറ്റി പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനു രോഹിത്തിനെ വിളിച്ച് മുകളിലേക്ക് ബബിത വന്ന് വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി എന്താ മനുവേട്ടനോട് പറഞ്ഞത്, അമ്മ എന്താ അത് ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൾ എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ എനിക്കറിയാനേ, വല്ലവളന്മാരും പറയുന്ന പരദൂഷണം ഞാൻ എന്തിനാ കേൾക്കുന്നത്, ഇനി അവളുടെ പേര് പോലും ഇവിടെ പറഞ്ഞു പോകരുത്, എന്തായാലും ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബബിതേനെയും കൃഷ്ണമോളെയും വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയുടെ റൂമിൻ്റെ നേരെയാണ് ചെല്ലുന്നത്. ബബിതയാണെങ്കിൽ അപ്പോഴേക്കും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബബിതേനോട് ചോദിക്കുന്നുണ്ട്, ഈ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത തിരിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു, അമ്മ ആ ഡോറിൻ്റെ ലോക്ക് കണ്ടോ, ഹാൻഡിൽ കണ്ടോ, അതൊന്ന് പിടിച്ച് തിരിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ, ആ റൂം
ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്, ഇത് വെറുതെ ഓരോ ഷോ ഓഫ് കാണിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന തമ്പുരാട്ടിയുടെ സാമ്രാജ്യം തുറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നമാക്കാനാണെങ്കിൽ പ്രശ്നമാവും എന്നൊക്കെയാണ് കേട്ടോ ബബിത തിരിച്ച് പറയുന്നത്. അപ്പോൾ ബബി നീ മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതമ്മ ചോദിക്കുന്ന ചോദ്യം പോലെ ഇരിക്കുമെന്ന് ബബിത തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്തായാലും കൃഷ്ണമോൾക്ക് ഇത് വഴക്കാവുമെന്ന് മനസ്സിലാക്കി കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇത് തുറക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ തന്നെ തുറന്നു തരാം, ഇത് ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ആ റൂം തുറന്നു കൊടുക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ആ റൂമിലേക്ക് കയറിയിട്ട് എല്ലായിടത്തും ചെന്ന് നോക്കുകയാണ് കേട്ടോ. കബോർഡുകളെല്ലാം തുറന്നു നോക്കുന്നുണ്ട്, അവിടെ അലീനയുടെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോഴാണ് അവിടെ ടേബിളിൻ്റെ അടിയിൽ അലീന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെഡും പായൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഇവിടെ വെച്ചതെന്ന്. അപ്പോൾ അത് കളയണമെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ അലീന ഉപയോഗിച്ചിരുന്ന ഒരു സാധനം ഇവിടെ വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി കളയണം അല്ലെങ്കിൽ കത്തിക്കണം എന്നൊക്കെ പറയൂട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ രോഹിത്തിനെ വിളിക്കും, ഞാൻ പറഞ്ഞോളാം എന്നും പറയും വൈജയന്തി. അങ്ങനെ പറയുമ്പോൾ ബബിത പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ വീട് തന്നെ കത്തിച്ച് കളയേണ്ടി വരുമല്ലോ എന്ന്, അപ്പോൾ വേണമെങ്കിൽ അതും ചെയ്യേണ്ടി വരും, നീ ഇങ്ങനെ വെറുതെ എന്നോട് ഇങ്ങനെ തറുതല പറയാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ ബബിതയോട് പറയുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇനി എന്നെ ഒന്നിനും വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ബബിത അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകട്ടോ. പിന്നീട് വൈജയന്തിനോട് കൃഷ്ണമോൾ പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പിന്നീട് വൈജയന്തി അവിടുന്ന് പോകുമ്പോൾ കൃഷ്ണമോളാണെങ്കിലും ആ ബെഡ് അങ്ങ് നീക്കിയിട്ടിരുന്നു കേട്ടോ. വൈജയന്തി അതെല്ലാം ആ ടേബിളിൻ്റെ അടിയിലേക്ക് തന്നെ നീക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ആ ബെഡിലിരിക്കും കേട്ടോ. എന്നിട്ട് രാത്രി അവരിങ്ങനെ ഒരുമിച്ച് കിടന്നതൊക്കെയാണല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് കൃഷ്ണമോളും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആൻ്റപ്പനെയും പൗലോസിനെയാണ് കേട്ടോ. അപ്പോൾ പൗലോസ് ഇങ്ങനെ എന്തോ ആൻ്റപ്പനോട് പറയാൻ വരികയാണ്. അപ്പോഴാണ് കേട്ടോ കുക്കർ വിസിലടിക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അദ്ദേഹം അകത്തേക്ക് തന്നെ പോവും. പിന്നീട് ബാലചന്ദ്രനും അലീനയും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നേ. അങ്ങനെ ആൻ്റപ്പനാണെങ്കിലും ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആരാ വരുന്നതെന്നൊന്നും സ്റ്റാൻലി പറഞ്ഞിട്ടില്ലെങ്കിലും ഗസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ആരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ആൻ്റപ്പൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ബാലചന്ദ്രനും അലീനയും കാറൊക്കെ നിർത്തി അവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ ആൻ്റപ്പൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവരെ കാണുമ്പോൾ സമയം സ്റ്റാൻലി ആണെങ്കിൽ പൗലോസിനെയും അതുപോലെ തന്നെ പൗലോസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അവർക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. അതുപോലെ തന്നെ ബൈജുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബൈജു എവിടെയെന്ന് ചോദിക്കും. അപ്പോഴേക്കും ബൈജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ബൈജു പറയുന്നുണ്ട് അതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തേക്കൊന്നും പോകരുത്, തന്നെ ഇവിടെ ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബൈജുവിനോടും പറയുന്നുണ്ടായിരുന്നേ സ്റ്റാൻലി. പിന്നീട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ഇതാണ് സ്റ്റാൻലി ജോസഫിൻ്റെ വീട് എന്ന് പറയും ആദ്യം. എന്നിട്ട് അത് തിരുത്തി പറയുന്നുണ്ടായിരുന്നു വീടെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ സ്റ്റാൻലിയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഇതാണ് എന്ന് പറയൂ കേട്ടോ. ആൻ്റപ്പനാണെങ്കിൽ ഇതേ സമയം അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാലാക്കാരൻ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് കൂടെ ആരാ ഉള്ളതെന്ന്. ഒരു സാരി ഉടുത്ത പെൺകുട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വേഷം ഒന്ന് മാറി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റാൻലി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആൻ്റപ്പൻ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട് സിറ്റ് ഔട്ടിലേക്ക്. അപ്പോൾ അവിടെ സ്റ്റാൻലിയുടെ പട്ടിക്കുട്ടികളെല്ലാം അലീനേനെ കണ്ട് അവിടെ ഇങ്ങനെ ആ തറയിൽ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടുകൂടി ഇങ്ങനെ അവരുടെ ചുറ്റും ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അതിശയം തോന്നുന്നുണ്ട് ആൻ്റപ്പനാണെങ്കിലും. അപ്പോൾ ആൻ്റപ്പനെ കാണുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, വരുമെന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടി ഇവരകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ പൗലോസിന് നിർദ്ദേശം കൊടുക്കുകയാണ് കേട്ടോ. ഇനി മുതൽ അങ്ങനെയല്ല, മറ്റൊരാളുടെ ഇഷ്ടം കൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുകയാണ് സ്റ്റാൻലി. അത് കഴിഞ്ഞ് അങ്ങ് തിരിയുന്നത് നേരെ അലീനയുടെ മുഖത്തേക്കാണ് കേട്ടോ സ്റ്റാൻലി നോക്കുന്നത്. അപ്പോൾ അലീനയ്ക്കും സ്റ്റാൻലിനെ കാണുമ്പോൾ അന്ന് ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ചായയൊക്കെ കൊണ്ടു കൊടുത്തതാണല്ലോ അലീന, ആ കാര്യമാണ് കേട്ടോ അലീനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അതിശയിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അന്ന് വീട്ടിൽ വന്ന ആളല്ലേ എന്നുള്ള അതാണ് അലീനയുടെ മനസ്സിൽ നിന്ന് ബാലേന്ദ്രന് മനസ്സിലായിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തല കൊണ്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ അവർ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ബാലേന്ദ്രന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. സ്റ്റാൻലി വിശേഷങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിന്ന്, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്ന് പറയും കേട്ടോ. പിന്നീട് അലീനയ്ക്കും ഷേക്ക് ഹാൻഡ് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന കൈ കൊടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ അറിയാതെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനോട് അലീന പറയുന്നുണ്ടായിരുന്നു ഒരു അച്ഛൻ ഇങ്ങനെ മകളെ അംഗീകരിക്കാൻ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട് അവൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഇങ്ങനെ സ്നേഹം പുറമേ കാണിച്ചാൽ മാത്രം പോരാ, ഉള്ളിലുണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി ബാലേന്ദ്രനോട് പറയുന്നുണ്ട് എനിക്കത് വേണ്ടുവോളം ഉണ്ടായിരുന്നു, ഞാനത് വേണ്ടുവോളം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, എപ്പോഴും എനിക്കത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രൻ യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട്. അലീനയാണെങ്കിലും ബാലേന്ദ്രനെ വിടാതെ പിടിച്ച് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനും അതേ നല്ല വിഷമമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.